സെന്റ് ജോർജ് ജോർജ്, CSI ഇമ്മാനുവൽ കത്തീഡ്രൽ, എറണാകുളം സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിന്റെ 277 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 149. 1-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വിടുവിക്കപ്പെട്ട സന്തോഷത്തിൽ അവരുടെ ജയഘോഷമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദൈവം വീണ്ടെടുപ്പുകാരൻ ആകുന്നു. നമ്മളെ വീണ്ടെടുത്ത കർത്താവാകുന്നു. വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ നമ്മൾ യഹോവയെ സ്തുതിക്കണം. യഹോവയ്ക്ക് പുതിയ പാട്ട് പാടണം. എപ്പോഴാണ് നാം പുതിയ പാട്ട് പാടേണ്ടത്? പുതിയ പാട്ട് പാടണം എന്നാൽ നാം പുതുക്കപ്പെടണം എന്നാണ്. നമ്മൾ എപ്പോഴും പഴയതുപോലെ ഇരിക്കരുത്. നമ്മുടെ മനസ്സ് ദൈവത്തെ സ്തുതിച്ച് പുതുക്കപ്പെടുത്തി കൊണ്ടിരിക്കണം. എങ്ങനെ ദൈവത്തെ സ്തുതിക്കാം? 2-3 വാക്യത്തിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനു മുൻപിൽ മുട്ടുകുത്തുകയും സന്തോഷിക്കുകയും ആ സന്തോഷത്തിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുകയും നൃത്തം ചെയ്തും ആർത്ത് സന്തോഷിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കാൻ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മൾ അവന്റെ മുൻപിൽ മുട്ടുകുത്തുമ്പോൾ അവൻ ആരാണെന്ന് അറിഞ്ഞു വേണം അവനെ സ്തുതിക്കേണ്ടത്. 4-5 വാക്യത്തിൽ ദൈവം ഇസ്രായേൽ മക്കളെ വേർതിരിച്ച് എടുത്തിരിക്കുന്നു. അതിലുള്ള അവരുടെ സന്തോഷത്തെയാണ് ഇവിടെ കാണുന്നത്. മിസ്രൈമിൽ ഇസ്രായേൽ ജനത അടിമത്വത്തിൽ ആയിരുന്നപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ പ്രസാദം വന്നിറങ്ങി ദൈവം തന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ എന്നെയും നിങ്ങളെയും വേർതിരിച്ച് എടുത്തിരിക്കുന്നു. ദൈവം താഴ്മയുള്ളവരെ രക്ഷിക്കുന്നു. ലോകം താഴ്മയുള്ളവരെ തള്ളിക്കളയുമ്പോൾ ദൈവം അവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ രക്ഷ കൊണ്ട് നമ്മളെ അവൻ അലങ്കരിക്കുന്നു. രക്ഷ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നവർ എപ്പോഴും സന്തോഷം ഉള്ളവരാണ്. നമുക്ക് പല പദവികൾ ഉണ്ടെങ്കിലും ആ പദവികൾ എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. 6-9 വരെയുള്ള വാക്യത്തിൽ കാണുന്നത് 2 ആയുധങ്ങൾ ദൈവമക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് പുകഴ്ച, രണ്ടാമത്തേത് ഇരുവാൾ തലയുള്ള വാൾ, അതായത് ദൈവവചനമാണ്. പ്രതികാരവും ശിക്ഷയും ദൈവത്തിനുള്ളതാണ്. നമ്മൾ ആരോടും പ്രതികാരം ചെയ്യരുത്. അങ്ങനെ 1-5 വരെ വാക്യത്തിൽ നാം കാണുന്നത് സ്തുതിയെ കുറിച്ചാണ്. 6-9 വരെ വാക്യത്തിൽ കാണുന്നത് ദൈവം ശത്രുക്കളുടെ മേൽ ന്യായവിധി നടത്തുന്നതാണ്. അങ്ങനെ 2 തരത്തിലുള്ള പ്രബോധനം ഇവിടെ കാണുന്നു. ഈ സങ്കീർത്തനം സ്തുതി കൊണ്ട് ആരംഭിച്ച് സ്തുതി കൊണ്ട് അവസാനിക്കുന്നു. എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.